ADGP MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് RSS നേതാവ് വത്സൻ തില്ലങ്കേരി. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ സമയത്ത് ആംബുലൻസ് പോലീസുകാർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. 5 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് സംസാരിച്ചതെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. വയനാട്ടിൽ ദുരന്തം നടന്ന സന്ദർഭത്തിൽ അദ്ദേഹം താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ ജോർജ് കുര്യനും അതുപോലെ മറ്റു നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ADGP ഉണ്ടായിരുന്നത്. ADGP ആയിട്ട് സംസാരിച്ചത് പോലീസുകാർ അനാവശ്യമായി ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആംബുലൻസ് തടയുന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. ഞാനും അദ്ദേഹം ശ്രീ C. ബാബു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി, RSSന്റെ സംസ്ഥാന സേവാ പ്രമുഖ് MC വത്സൻ, ഇവർ 3 പേരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ RSSലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ വത്സൻ തില്ലങ്കേരിയുമായിട്ടും വയനാട്ടിൽ 3 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. അത് അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണോ? ADGPയുമായി സംസാരിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണോ? സ്മൃതി, കൊച്ചിയിൽ RSS BJP സംയുക്ത സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഇത്തരത്തിൽ പ്രതികരിച്ചത്. 4 മിനിറ്റ് ആയിരുന്നു തങ്ങളുടെ കൂടിക്കാഴ്ച. വയനാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ADGPയുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയൊന്നുമില്ല. 4 മണിക്കൂർ എന്ന രീതിയിലാണ് ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തൽ മാധ്യമങ്ങൾക്ക് നേരെയുണ്ടായി, പ്രതിപക്ഷത്തിന് നേരെയുണ്ടായി. ഈ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ സമയത്ത് ആംബുലൻസ് പോലീസുകാർ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തങ്ങൾ ചർച്ച നടത്തിയത്. അന്ന് ചർച്ചയിൽ ഈ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി C. ബാബുവും അതുപോലെ തന്നെ RSS സംസ്ഥാന സേവാ പ്രമുഖ MC വത്സനും ഒപ്പമുണ്ടായിരുന്നു. തങ്ങൾ 3 പേരും നടത്തിയ ചർച്ച 4 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. അതിനെയാണ് 4 മണിക്കൂർ എന്ന പ്രതിപക്ഷവും മാധ്യമങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നുണപ്രചരണമാണ്. അതുപോലെ തന്നെ കൂടിക്കാഴ്ചയുടെ പരിണിത ഫലമായിട്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചെന്നിത്തലയ്ക്ക് വത്സൻ തില്ലങ്കേരി പരിഹാസപൂർവ്വം മറുപടി നൽകി. ഏതായാലും ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള മറുപടിയാണ് വത്സൻ തില്ലങ്കേരി നടത്തിയത്. അതുപോലെ തന്നെ A. ജയകുമാറും ഇവിടെ ഇന്ന് RSS ADGP കൂടിക്കാഴ്ചയിൽ RSS സമ്പർക്ക പ്രമുഖ A. ജയകുമാറിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. വത്സൻ തില്ലങ്കേരി പറഞ്ഞതിനെ സാധൂകരിച്ചുകൊണ്ട് തന്നെയാണ് A. ജയകുമാറിന്റെയും പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ജയകുമാറിന്റെ പ്രതികരണത്തിൽ IPS IS ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ കാണുന്നത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്ന സൂചന കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലില്ലേ? അങ്ങനെ RSS നേതാക്കളുമായി സംസാരിച്ച് ജോലിയിൽ കയറ്റം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണോ? തീർച്ചയായും ജയകുമാറിന്റെ പ്രതികരണത്തിൽ നിന്ന് അത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കാരണം IPS IAS റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ IAS ഓഫീസേഴ്സ് ഇവരൊക്കെയായി RSS നേതാക്കൾക്ക് ബന്ധമുണ്ട്. RSS നേതാക്കളെ വന്ന് കാണുന്നത് പതിവാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിലൊരു പുതുമയുമില്ല. ഇത്തരത്തിൽ സന്ദർശനം നടത്താറുണ്ട്. സ്മൃതി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജോലി സംബന്ധമായ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ഗുണം കിട്ടും എന്നുള്ള വ്യംഗ്യമായ പരാമർശം തന്നെയാണ് ജയകുമാർ നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ പതിവാണ്. അതിൽ ഇത്ര അതിശയോക്തികൾ നടത്തി പറയേണ്ടതില്ല. ഇത്തരം കൂടിക്കാഴ്ചകൾ നടക്കുന്നത് പതിവാണെന്നിരിക്കെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മാത്രം എന്താണ് പ്രത്യേകത? ഈ കൂടിക്കാഴ്ചയായാലും അധിക സമയം നീണ്ടു നിന്നിട്ടില്ല. ADGPക്കെതിരായ അന്വേഷണം നടക്കുകയാണല്ലോ. ആ അന്വേഷണം നടക്കുന്നതിന്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതികരിക്കാം. ഏതായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇതുവരെ അറിയിപ്പൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. IPS IAS ഉദ്യോഗസ്ഥരെല്ലാവരും RSSന്റെ പ്രമുഖ നേതാക്കളെ ഇത്തരത്തിൽ സന്ദർശിക്കുന്നത് പതിവാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി, വത്സൻ തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായ കാലത്ത് അവിടെ വത്സൻ തില്ലങ്കേരിക്ക് പ്രസംഗിക്കാൻ മൈക്ക് എടുത്തു കൊടുത്തു എന്നതടക്കം ADGP MR അജിത് കുമാറിനെതിരായ ഒരു ആരോപണമായി നിന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച, വയനാട്ടിലെ കൂടിക്കാഴ്ച വിവാദമാകുമ്പോഴാണ് അത് 4 മണിക്കൂറല്ല 4 മിനിറ്റ് ചർച്ചയായിരുന്നു എന്ന് വത്സൻ തില്ലങ്കേരി പ്രതികരിക്കുന്നത്. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.